എല്ലാവരും ഈ മേളത്തിൻ്റെ നടത്തിപ്പുകാർ, പൂരത്തിൻ്റെ നടത്തിപ്പുകാർ, കാഴ്ചക്കാർ ഒക്കെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്കിപ്പം ശ്രീ വി എൻ വാസവൻ, ഒപ്പം തൃശ്ശൂരിൽ നമ്മളെയൊക്കെ സ്വാഗതം ചെയ്തിട്ടുണ്ട് മിനിസ്റ്റർ ബിന്ദു മാം. വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി പൂരം. ഹാപ്പി പൂരം. ഞാൻ വാസവനോട് കാര്യം ചോദിക്കട്ടെ, പൂരത്തിന് ഇതിനു മുമ്പ് ഇതേപോലെ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആസ്വദിച്ച് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? ഇടയ്ക്ക് വന്ന് കണ്ടുപോയ സന്ദർഭങ്ങളുണ്ട്, നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചുമതലക്കാരനായതുകൊണ്ട് രാവിലെ ഇന്നലെ അതിൻ്റെ മുമ്പത്തെ ദിവസം അങ്ങനെ കുറേ ദിവസങ്ങളായി ഇവിടെ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും മനോഹരമായി വിജയകരമായി വലിയ ജനപങ്കാളിത്തത്തോടെ വർണ്ണവിസ്മയങ്ങൾ തീർത്ത് ഈ പൂരം പൂർണ്ണതയിലെത്തിക്കാൻ സഹായിക്കുന്ന ശ്രമങ്ങളാണ് ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്, ദേവസ്വം ബോർഡ്, ഇവിടുത്തെ മന്ത്രിമാർ, അത് ഇവിടുത്തെ ജനപ്രതിനിധികളെ, കോർപ്പറേഷന്, ദേവസ്വം ബോർഡുകൾ എല്ലാം ചേർന്ന് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ കൊടിയേറ്റം മുതൽ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ എല്ലാം ഭംഗിയായി, ചിട്ടയായി, വിജയകരമായി, വളരെ അത്യാവേശത്തോടെ, ആഹ്ലാദത്തോടെ ജനങ്ങൾ നെഞ്ചേറ്റുന്ന രൂപത്തിലേക്ക് പൂരം എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മിനിസ്റ്റർ, വലിയ ജനപങ്കാളിത്തമാണ്. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, സങ്കടമുള്ള മനുഷ്യരൊക്കെ പൂരത്തിൻ്റെ നഗരിയിലേക്കൊന്ന് വന്നാൽ മതി, അവരുടെ സങ്കടമൊക്കെ കുറച്ചു കാലത്തേക്ക് അങ്ങ് മാറും. ഒരു 10 ദിവസത്തേക്ക് വീട്ടിൽ പോയാൽ വിഷാദം മാറാനുള്ളൊരു ഡോസ് ഇവിടുന്ന് കിട്ടും. ശരിയല്ലേ? അതെ, ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെയാണല്ലോ. പിന്നെ ഈ പൂരം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് മനുഷ്യരുടെ കഠിനാധ്വാനാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഓരോ ദേശത്തെയും ആളുകളുടെ കൂട്ടായ്മ, അവരുടെ അധ്വാനം, അതൊക്കെ ഘടകപൂരങ്ങളെ വിജയിപ്പിക്കുന്നു. തുടർന്ന് പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ, അവരുടെ ദേശത്തെ ആളുകളുടെ കൂട്ടായ്മ, തുടർന്ന് ഈ വടക്കുന്നാഥൻ്റെ തിരുമുറ്റത്ത് ഇതെല്ലാം ചേർന്ന് സംഗമിക്കുമ്പോൾ എല്ലാ ദേശക്കാരും തമ്മിലുള്ള കൂട്ടായ്മ വർദ്ധിക്കുന്നു. ഇതാണ് ദീർഘവീക്ഷണത്തോടെ ശക്തൻ തമ്പുരാൻ ആസൂത്രണം ചെയ്തിട്ടുള്ള പൂരം. ഞാൻ പറയുന്നു സുജയെടുത്തെ സ്ത്രീകളുടെ പങ്കാളിത്തം ഇത്തവണ വളരെ കൂടുതലാണ്. അപ്പോൾ അല്ലേ, ഈവൻ നമ്മുടെ അണിമംഗലം ശാസ്താവിൻ്റെ വരവിനോട് അല്ലേ, ആ പാണ്ഡിമേളത്ത് കൊട്ടാൻ പോലും 2 സ്ത്രീകളുണ്ട്. സമീപ വർഷങ്ങളിലൊക്കെ നല്ല സ്ത്രീ പങ്കാളിത്തമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പണ്ട് ഈ പറഞ്ഞ പോലെ പൂരത്തിന് പുരുഷാരം എന്ന് പറഞ്ഞ പോലെ പുരുഷന്മാർ മാത്രമായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് വലിയ മാറ്റം വന്നു. ഞാൻ മേയറായിരിക്കുന്ന സന്ദർഭത്തിലാണ് ആദ്യമായിട്ട് സ്ത്രീകൾക്കൊരു ഗ്യാലറി ഇവിടെ ഉണ്ടാക്കിയത്. അന്നാണ് സ്ത്രീകൾ ആദ്യമായിട്ട് വന്നു തുടങ്ങിയത്. ഇപ്പോൾ ഈ അടുത്ത വർഷങ്ങളിലൊക്കെ നല്ല പങ്കാളിത്തം സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമ്മുടെ പൊതു ഇടങ്ങൾ സ്ത്രീകളുടേത് കൂടി ആയിത്തീരാണ്. മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഇലഞ്ഞിത്ര മേളമുണ്ട്, അതാ ഇപ്പോൾ നടക്കുന്ന പാണ്ടിമേളം ഉണ്ട്. ഈ പാണ്ടിമേളം തന്നെയാണ് ഇലഞ്ഞിത്ര മേളം. എപ്പോഴും മറ്റേ ഈ കൊല്ലം, അതുപോലെ തൃശ്ശൂർ, ഇതൊക്കെ എടുത്തു പറയും. അപ്പൊ ഞങ്ങൾക്ക് കോട്ടയത്തിലും കുറെ ഉത്സവങ്ങളൊക്കെ ഉണ്ട്. ആ ഉത്സവങ്ങളൊക്കെ നടത്തി അതിന്റെ ഒരു അല്ലേ തിരുനക്കര, അത് ഏഴര അതെ, തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ പൂരവും ഏറ്റുമാനൂരിലെ ഏഴര പൊന്നാനിയും ശബരിമലയിലെ തീർത്ഥാടനവും ആറ്റുകാൽ പൊങ്കാലയും എല്ലാം നടത്തി വിജയിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളും ഏറെ ഭംഗിയായി, വിജയകരമായി, ചിട്ടയോടെ, പരാതിരഹിതമായി നടത്തിയ വർഷമാണ് ഈ വർഷം. അതുകൊണ്ട് ഈ പൂരത്തിനും അങ്ങനെ ആയിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാലയം കൂട്ടി മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം ചേർന്ന് തുടർച്ചയായി 7ഓളം മീറ്റിങ്ങുകൾ ഞങ്ങളിവിടെ സംഘടിപ്പിച്ചു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചു. ഒരു കുറ്റവും കൂടാതെ, ഒരു കുറവും കൂടാതെ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ ഉപയോഗിച്ചു. ആദ്യം കേന്ദ്രത്തിൻ്റെ ഒരു നിയമം വന്നു, വെടിക്കെട്ട് പാടില്ല, 35 മീറ്റർ എന്നുള്ളത് 100 മീറ്ററാക്കി മാറ്റിയപ്പോൾ ഞങ്ങൾക്ക് വലിയ ആശങ്കയായിരുന്നു. കേരള ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു, ആന എഴുന്നള്ളിക്കാൻ പാടില്ല. അത് സുപ്രീം കോടതി പോയി പാറമേക്കാവും അതുപോലെ തിരുവമ്പാടിയും ചേർന്ന് സ്റ്റേ വാങ്ങി. അങ്ങനെ പ്രതിബന്ധങ്ങൾ ഒന്നൊന്നായി തരണം ചെയ്താണ് ഇപ്പോൾ അതിമനോഹരമായി വിസ്മയങ്ങൾ തീർത്ത് ഇപ്പോൾ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ ആബാലവൃദ്ധം ജനങ്ങൾ ആവേശപൂർവ്വം ആഗോളതലത്തിൽ ഈ പൂരപ്പറമ്പിലേക്ക് വന്നണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഒരു കണക്കെടുക്കാൻ പോലും നമുക്ക് കഴിയാൻ കൂടാത്ത രൂപത്തിലേക്ക് ആവേശകരമായി സംഭവം മാറിക്കഴിഞ്ഞിരിക്കും. പൂരത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇലഞ്ഞിത്തറ മേളമാണോ, കുടമാറ്റമാണോ, ഈ പറയുന്ന ആനച്ചന്തമാണോ, ചമയക്കാഴ്ചയാണോ? എനിക്ക് മേളവും ഭയങ്കര ഇഷ്ടമാണ്, കുടമാറ്റവും ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ മേളവും ശ്രദ്ധിച്ചിരുന്നു. അതിൽ ഇലഞ്ഞിത്തറ മേളം, പാണ്ടിമേളം വളരെ മനോഹരമാണ്. അത് ആസ്വദിച്ച് നീക്കി എന്നുള്ള ലയിച്ചു പോകും ചിലപ്പോൾ. അതുപോലെ കുടമാറ്റത്തിൽ ഞങ്ങൾ പോയി ചമയം കണ്ടു.
ആ ചമയം കണ്ടപ്പോൾ ഓരോരുത്തരും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളുണ്ട് അതിനകത്ത്. അത് വൈകുന്നേരം അതിൻ്റെ വർണ്ണവിസ്മയങ്ങൾ തീർത്ത് പുറത്തോട്ട് വരും. മിനിസ്റ്റർ കൊടകളൊക്കെ കണ്ടോ? കണ്ടു 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 കണ്ടു. ആ മിനിസ്റ്റർ കണ്ടായിരുന്നോ കൊടയൊക്കെ? ഗംഭീരമായിരിക്കും. സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് കൂടെ മന്ത്രിയെ കാണിച്ചോന്ന് എനിക്കൊരു സംശയം. അവർ രഹസ്യമായി കാണിച്ചു. രഹസ്യമായി കാണിച്ചു. കൊള്ളാം. അപ്പോൾ മിനിസ്റ്റർ ഞാൻ കാണിച്ചു അപ്പോൾ നിലവിൽ ഇത്രയും വലിയ ജനപങ്കാളിത്തം. അപ്പോൾ ഇനി ഇങ്ങോട്ട് കൂടാൻ പോകും. ഉച്ച കഴിഞ്ഞ് നമ്മൾ കൂടാൻ പോവാം. ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതായത് ജനസൗഹൃദമായ പൂരമായി ഇത് മാറി. അതെ, ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ച് പൂരം നടക്കണം. ജനങ്ങളുടെ പൂരാണ്, അതിന് ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പം ഈ പൂരം കഴിഞ്ഞേ നമ്മൾ ഇവിടുന്ന് വിടുന്നുള്ളൂ. അതെ അതെ അതെ, പൂർണ്ണമായിട്ടും ഉണ്ടാവും. ഓരോ കഴിഞ്ഞ് ഉപചാരം ചെല്ലിട്ട് ഞങ്ങൾ പിരിയുന്നുള്ളൂ. ഓക്കെ. അപ്പം സർക്കാർ തന്നെ പൂർണ്ണമായിട്ട് നേരിട്ട് പൂരത്തിന്റെ നടത്തിപ്പിനായിട്ട് നമ്മൾ ഒരുപാട് പേരെ നമ്മുടെ ചാനലിലൂടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതെ, പൂരത്തിന് പോരൂ എന്ന് പറഞ്ഞു. അതെ അതെ, ധാരാളം ആളുകൾ വരും, ഇനിയും വരും, കാണും. മാധ്യമങ്ങളുടെ ഇടപെടൽ നല്ലതുപോലെ ഇതിന് പൂരത്തിന് ആകർഷിക്കാൻ സഹായകരമായിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ വരുന്നതിന് മാധ്യമങ്ങളുടെ പ്രചരണം സഹായകരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും. താങ്ക് യു മാം, താങ്ക്സ് അലോട്ട്. അപ്പം ഹാപ്പി പൂരം വൺസ് അഗെയിൻ. ഹാപ്പി പൂരം മാസ്റ്റർ മിനിസ്റ്റർ. താങ്ക് യു. അപ്പോൾ വിജയരാഘവൻ സാർ എത്തിയോ? ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പോൾ കുടുംബമായിട്ടാണോ വന്നത്, ഒറ്റയ്ക്കാണോ വന്നത്? അല്ലേ, ഒറ്റയ്ക്കാണ്. കാരണം 2 ദിവസം താമസിക്കേണ്ടതുള്ളതുകൊണ്ട് ആദ്യം ഒറ്റയ്ക്കാണ്. കുടുംബം പൂരം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കണ്ടിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ താങ്ക് യു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ പൂരവിശേഷങ്ങളും പൂരക്കാഴ്ചകളും ഒക്കെയാണ് പ്രേക്ഷകർ ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനകൾ നിരന്ന് നിൽക്കുന്നത്. ആ നിൽക്കുന്ന നിപ്പുണ്ടല്ലോ, ഗജവീരന്മാർ ഇങ്ങനെ നിരന്ന് നിപ്പാണ് അല്ലേ? അർജുൻ കല്യാൺ